ആഗസ്റ്റ് 13, 2026 ബാബ സുരേഷിന് RIP. നമ്മുടെ സ്വന്തം ബാബ സുരേഷ് ആണ് ഇന്ന് സൈന സ്റ്റോറീസ് പ്ലസിൽ നമ്മളോട് ജോയിൻ ചെയ്യുന്നത്. സ്വാഗതം. നമസ്കാരം. സന്തോഷം. കൊറോണ സമയത്ത് ഞാനൊരു ചാനൽ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് കൊറോണയുടെ വാക്സിൻ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ മുറ്റത്തുണ്ടെന്ന് പറയുന്നത്, പാമ്പിൻ്റെ വനത്തിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ പരിഹസിച്ച് എനിക്ക് വിദ്യാഭ്യാസം ഇല്ലയെന്ന് പറഞ്ഞു. ഇപ്പോൾ ആണുങ്ങൾ കണ്ടുപിടിച്ചു പ്രതിരോധ മരുന്ന്, പാമ്പിൽ നിന്ന് കൊറോണയുടെ പ്രതിരോധ മരുന്ന് കണ്ടെത്തി. ഒരു ജാതി ഒരു മതം ഒരു ദൈവം, അങ്ങനെ എല്ലാവരെയും ഒരേപോലെ ഒരമ്മയുടെ മക്കൾ അവിടെ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ ഇല്ലാതെ എല്ലാവരെയും ഒരേപോലെ കാണാൻ കഴിവുള്ള ഒരേ ഒരു ജീവിയെ ഭൂമിയിലുണ്ട്, അതും പാമ്പുകൾ മാത്രം. കാരണം വെച്ചാൽ അവർക്ക് കാഴ്ചയില്ല. കാരണം ഇപ്പോൾ കഴിഞ്ഞ ഈ കടിയിൽ ഞാൻ ഡോക്ടർ സാറേ എനിക്ക് ദേവി ഇതിനെ ഉപദ്രവിക്കരുത്, എനിക്ക് ആൻറ്റിബയോട്ടിക് എടുക്കേണ്ട, കാരണം എനിക്കൊന്ന് പഠിക്കാൻ വേണ്ടി എൻ്റെ ശരീരത്തിൽ ആൻറ്റിബോഡി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഒരു 15 വർഷങ്ങൾക്ക് മുന്നേ ബേബി പോൾ സാറിൻ്റെ, അന്നത്തെ HOD ബേബി പോൾ സാറിന് അദ്ദേഹത്തിൻ്റെ യൂണിറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയാം. 2006 ഇന്ന് വരെ ഒരാളിന് ഞാൻ ട്രെയിനിങ് കൊടുത്ത ഒരാളിന് കടിയിട്ടിട്ടില്ല. ഇന്ന് വരെ ഞാൻ ട്രെയിനിങ് കൊടുത്ത ഒരാളിന് കടിയിട്ടില്ല ഇന്ന് വരെ. ഈ നിമിഷം വരെ അറിയാമോ എത്ര ഡെത്ത് ഉണ്ടെന്ന്? ഒരിടത്തെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് തിരുവനന്തപുരത്ത് സൂലാണ്. അത് സൂയിസൈഡാണ്. സൂയിസൈഡ് എന്ന് ലോകത്ത് പറഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും പറഞ്ഞിട്ടില്ല. അത് സൂയിസൈഡ്. കാരണം ഇന്ത്യൻ സൂ അതോറിറ്റിയുടെ നിയമപ്രകാരം 12 മണിക്ക് ശേഷം കൂട്ടിനകത്ത് ആരും കയറാൻ പാടില്ല. 12 മണിക്ക് പൂട്ടി കൂടും, താക്കോൽ തോന്നും. പുള്ളി 12:30 കൂട്ടിനകത്ത്. 3 പതിറ്റാണ്ടായി മനുഷ്യനും പാമ്പുകളും തമ്മിലുള്ള അതിർത്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്നേക്ക് റെസ്ക്യൂർ നമ്മുടെ സ്വന്തം ബാബ സുരേഷ് ആണ് ഇന്ന് സൈന സ്റ്റോറീസ് പ്ലസിൽ നമ്മളോട് ജോയിൻ ചെയ്യുന്നത്. സ്വാഗതം. നമസ്കാരം. സന്തോഷം. ചേട്ടാ, 13ാമത്തെ വയസ്സിലാണ് ഈ പാമ്പ് പിടുത്തം തുടങ്ങിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും അന്നൊക്കെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കായിരുന്നു ഈ പാമ്പ്. ഓലപ്പാമ്പ് വരെ കാണിച്ച് പേടിപ്പിക്കുന്ന ഒരു പ്രായത്തിൽ പാമ്പിന് നേരെ കൈ നീട്ടാൻ തോന്നിയ ആ ഒരു തോന്നൽ എന്തുകൊണ്ടായിരുന്നു? നല്ല ചോദ്യമാണ്. കാരണം വെച്ചാൽ പലരും നമുക്ക് മീഡിയാസിൽ വാർത്തകൾ എടുക്കാൻ വരുമ്പോൾ അവർക്ക് എപ്പോഴും വേണ്ടത് ഫാമിലിയിലുള്ള കാര്യങ്ങൾ, കുറേ പ്രശ്നങ്ങളൊക്കെയാണ്. പക്ഷെ നിങ്ങൾ അതിൽക്കാരും അതിനും അപ്പുറം ഒരു വ്യത്യസ്തമായ ചോദ്യമാണ്. കാരണം 13ാമത്തെ വയസ്സിൽ 13ഓ 14ഓ നമ്മളിരിക്കുന്ന സ്ഥലം എന്ത് മനോഹരമൊരു സ്ഥലമെന്നറിയാമോ? കാരണം ഇതൊരു ആക്കുളം കായൽ, ലേക്കാണ്. അതെല്ലാം ഇപ്പോൾ കരയായി. ഇപ്പോൾ ഞാൻ ഇവിടെയൊക്കെ സ്കൂളിലൊക്കെ പോകാതെ പാത്ത് വന്ന് ഇവിടെ ഇരുന്ന് നമ്മുടെ എന്താ പറയുക കാട്ടുപൂച്ച, കുറുക്കൻ, അതുപോലെ തന്നെ നമ്മുടെ നീർനായ എന്നറിയപ്പെടുന്ന ഓട്ടറൊക്കെ ധാരാളം ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതിനെയൊക്കെ കാണാൻ വേണ്ടി ഞാൻ സ്കൂൾ കട്ട് ചെയ്ത് വരുന്ന ഒരു കാലഘട്ടമാണ് 13-14 വയസ്സ്. എൻ്റെ സ്കൂൾ ചെറുവയ്ക്കൽ UPസിലാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് അന്ന് കുറേ കൂട്ടുകാരുണ്ട്, ബിന്ദുകുമാർ, അങ്ങനെ. അപ്പോൾ അവരുടെയൊക്കെ ഏരിയ ഉണ്ട്. അപ്പോൾ അവരെന്നെ വിളിച്ചു ആളി അവിടെ വന്ന് വിളിച്ചു ഇവിടെ കാണിക്കുമ്പോൾ ഇവിടെയൊക്കെ എല്ലാത്തിനെയും കണ്ട് എനിക്ക് ഭയമില്ലാതെ. പിന്നെ എൻ്റെ വീട്ടിലൊരു പ്രത്യേകത എന്ന് പറയുന്നത്, എൻ്റെ അച്ഛനിപ്പോൾ മരിച്ചിട്ട് 1 വർഷമേ. മരിച്ചാളിനെ കുറിച്ച് നമ്മളൊന്നും പറയാൻ പാടില്ല, എന്നാലും പറയാനാണ് അനുഭവങ്ങൾ പറയുന്നതാണ്. അപ്പോൾ അച്ഛൻ നന്നായിട്ട് കഴിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ സാധാരണ ഒരു ഫാമിലിയിൽപ്പെട്ട ഒരാളുടെ കള്ള് കുടിക്കുന്ന ഒരാളായിരിക്കുമ്പോഴത്തേക്ക്, കള്ള് കുടിക്കുന്നത് തെറ്റായിട്ട് ഞാൻ കുടിക്കാറില്ല, ഞാൻ ജീവിതത്തിൽ കുടിച്ചില്ല. പക്ഷേ കുടിക്കുന്നത് തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം നമ്മുടെ നാട്ടിലൊരു വരുമാനം കൂടിയാണ് അത് അതിൻ്റെ വഴിക്ക് പോട്ടെ. അപ്പോൾ അമ്മ ഒരു പണിയാണ്, അച്ഛൻ. അപ്പോൾ കഴിച്ചിട്ട് വരുമ്പോൾ ഡെയിലി പ്രശ്നങ്ങൾ, അമ്മയായിട്ടൊക്കെ വിഷയങ്ങൾ, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾ അടി പേടിച്ചിട്ട് ഞങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും വെളിയിലൊക്കെ പോയി പാത്തിരുന്നൊരു കാലമുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഈ 13-14 വയസ്സ്. അപ്പോൾ നമുക്കറിയില്ല ഇവിടെ ഇന്നതുകൊണ്ട്, അവിടെ പാമ്പുണ്ട്, ഇവിടെ ഉണ്ടെന്ന് നമുക്കറിയില്ല. നമ്മൾ പിറ്റേന്ന് രാവിലെ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ അടുത്ത ദിവസം അവിടെ പാമ്പിനെ കാണും. അപ്പോൾ നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ വന്നപ്പോൾ എനിക്ക് എല്ലാ ജീവികളും അറപ്പ് മാറി തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ 9ാമത്തെ വയസ്സിൽ അമ്മ പയ്യ് വളർത്തി തുടങ്ങി. അപ്പോൾ ഇപ്പം നമ്മളിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി എൻ്റെ ജീവിതത്തിൽ എൻ്റെ വീട്ടിൽ ഇനി അവസാനത്തെ പശുവാണ് ഇന്നലെ മരണപ്പെട്ടു. അമ്മ 9ാമത്തെ വയസ്സിൽ തുടങ്ങി. ഇപ്പോൾ 45 വർഷത്തിലേറെ പശു വളർത്താൻ തുടങ്ങിയിട്ട് ആ അമ്മയുടെ പശു ഇന്ന് മരണപ്പെട്ടു, ഒരു പശു. അപ്പോൾ ഇനി പശു വീട്ടിലില്ല. അപ്പോൾ അതിന് എൻ്റെ വീട്ടിൽ മറവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിഷമത്തിൽ കൂടി നമ്മൾ സ്നേഹിച്ച് വളർത്താൻ കുറച്ച് ദിവസം പിന്നെ അറക്കാൻ കൊടുക്കാം. ഞാൻ പറഞ്ഞ് കൊടുക്കണ്ട, നമ്മളെ വീട്ടിൽ ജീവിച്ചല്ലേ, മരിക്കുമ്പോൾ നമുക്ക് കുഴിച്ചിടാന്ന്. അങ്ങനെ അത് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അമ്മ പുല്ല് പറിക്കാൻ പോകുമ്പോഴേക്കും ഞാനൊക്കെ കൂടെ പോകും. അപ്പോൾ അമ്മ പോകുന്ന CTC അറിയാം, സെൻട്രൽ ട്യൂബർ കോർപ്പസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, മരിച്ചിനി ഗവേഷണ കേന്ദ്രം എന്ന് പറയും. അപ്പോൾ അവിടെ ഒരുപാട് കാടാണ്. അപ്പോൾ അന്ന് പാസ്സെടുത്ത് പുല്ല് പറിക്കാൻ നമ്മൾ പോയി അമ്മ പുല്ലറുത്തുണ്ടെങ്കിൽ അവിടെ ഇരിക്കും. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ആയിരിക്കും നമ്മളെ മുന്നിൽ കൂടെ പോകും. ചിലപ്പോൾ അവർ ചേർന്ന് നമുക്ക് കാണാൻ പറ്റും, ചിലപ്പോൾ കിരിയും അവരും കൂടെ ഫൈറ്റ് ചെയ്യണം കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ ഇതെന്താണെന്ന് അറിയണമെന്നുള്ളൊരു ആകാംക്ഷ എൻ്റെ ചെറുപ്പത്തിൽ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ എന്താ പറയുക ഇതിനൊക്കെ കുരുക്കിട്ട് പിടിക്കും. ആദ്യം സ്കൂളിൽ പഠിക്കുന്നത് കുരുക്കിട്ട് വാഴവള്ളി വെച്ച് കുരുക്കിട്ട് പിടിച്ചിട്ട് എന്നെ കെട്ടി വലിച്ചിട്ട് സ്കൂളിൽ പോയിട്ട് പിള്ളേരെ പേടിപ്പിക്കാൻ വേണ്ടിയാണ് ആ കാലഘട്ടം വെച്ച്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടിയൊക്കെ കഴിഞ്ഞപ്പം വീട്ടിൽ എതിർപ്പുകളായി. അപ്പോൾ എതിർപ്പുകളായി തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനകത്തൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടല്ലോ. അങ്ങനെ വീട്ടിൽ എതിർക്കണം, അവർ പേടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ ആലോചിച്ചു, പണ്ട് കാലങ്ങളിൽ നമ്മുടെ അമ്മമാർ പറയാറുണ്ട്, സന്ധ്യ സമയത്ത് അവിടെ ഇറങ്ങുമ്പോൾ മണമുണ്ട്, അവിടെ പാമ്പ് വന്ന് വായു പൊളിച്ചിരിക്കുന്നു, ഇവിടെ മണമുണ്ട്, ഇവിടെ വന്ന് പെറ്റ് കിടക്കുന്നു, ഇങ്ങനെയൊക്കെ ഒരു കഥകളിലേക്ക്. അപ്പോൾ ഇതൊന്നും അല്ല ഇതിൻ്റെ സത്യമൊന്നും എനിക്ക് അറിയണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ അടുത്തടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോകുന്ന സമയത്ത് ക്ഷേത്രത്തിൻ്റെ മൂലയ്ക്ക് ഇങ്ങനെ ഈ പത്തി പെടുത്തിയിരിക്കുന്ന വിഗ്രഹങ്ങളെ കാണാൻ പറ്റി. അപ്പോൾ പോറ്റിയോട് അതിനെക്കുറിച്ച് സംശയങ്ങൾ ചോദിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ആയപ്പോൾ എനിക്ക് തോന്നി ഇതൊരു മഹാസംഭവമാണെന്ന് തോന്നി. ഇതൊരു സംഭവമാണ്.
കാരണം വെച്ചാൽ ഇതൊരു സംഭവം എന്ന് പറഞ്ഞാൽ മാനവരാശി നമ്മളിനി ചിന്തിക്കും. നമ്മൾ പണ്ട് കാലത്ത് ഒരു പഠനങ്ങളും ഇല്ലാത്ത കാലഘട്ടത്തിൽ ലോകത്തിലെ പാമ്പുകളെ കുറിച്ച് ആദ്യത്തെ മെസ്സേജ് ചെയ്യുന്ന ആളാരാണെന്ന് അറിയാമോ? അത് പുണ്യാളനോ മുഹമ്മദ് ഖുറാനിലില്ലേ, നബി തിരുമേനി നടന്നു പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് വഴികാട്ടി പാമ്പായിരുന്നു. പാമ്പ് എഴഞ്ഞു പോയി പാട് നോക്കിയാണ് നടന്നു പോയി എന്നൊരു കഥ ഒരു പാമ്പ് പറയുന്നുണ്ട്. പല പുണ്യാളത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ മറ്റൊരു ഇതെന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും നല്ല ഔഷധമാണ് പാമ്പ്. ഏറ്റവും നല്ല ഔഷധ ഗുണമുള്ളതാണ് പാമ്പിൻ്റെ വെനമെന്ന് നമുക്ക് ലോക ജനതയ്ക്ക് ആദ്യം നിന്ന മെസ്സേജ് ഭഗവാൻ ശിവനവറുകളാണ്. അതാണ് ഒരു വിശ്വാസം തന്നെ ഉണ്ടായിരിക്കുന്നത്. എന്താണ്? ഇപ്പോൾ ശിവരാത്രി എന്നൊരു നാളുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ആ ഒരു സാധനം, അത് പാമ്പ് ഛർദ്ദിച്ചു എന്ന് പറയും. ഛർദ്ദിക്കുന്നത് ഭക്ഷണമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് പല്ലിൽ കൂടി ഒലിച്ചു വന്ന ഒരു വെനത്തെ അദ്ദേഹം കൈകൊണ്ട് ഏറ്റുവാങ്ങി. എൻ്റെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം താഴെ വീഴാതെ കൈകളിൽ ഏറ്റുവാങ്ങി. അതിൻ്റെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇത് താഴെ വീഴരുത്, ഇത് കേടായി പോകും, ഇതാണ് അമൃത്. ഇതെന്നെങ്കിലും ഒരിക്കൽ മാനവരാശി മാരകമായ അസുഖങ്ങളെ നേരിടുമ്പോൾ അന്ന് ഇത് പ്രത്യൗഷധമാണെന്നുള്ളതിൻ്റെ മെസ്സേജ് രണ്ടാമത്തത് എന്താണെന്ന് കുടിച്ചു കാണിച്ചതിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുക. ഇത് കളയാനുള്ളതല്ല. ഇത് മാനവരാശി മാരകമായ അസുഖങ്ങൾ നേടുമ്പോൾ അന്ന് ഇത് പ്രത്യൗഷധമാണ്. ക്യാൻസറിൻ്റെ വേദന സംഹാരി, ഹാർട്ട് അറ്റാക്ക് വന്ന ഹാർട്ടിനകത്ത് രക്തം കൊട്ടടിച്ച് ചലിയിപ്പിക്കുന്ന മരുന്ന്, വാഹന അപകടങ്ങൾ, തലക്ക് ക്ഷതമാണ്, തലച്ചോറിനകത്ത് രക്തം കൊട്ടടിച്ച് ചലിയിപ്പിക്കുന്ന മരുന്ന്, പാമ്പ് കടിയേറ്റാൽ കൊടുക്കുന്ന മറുമരുന്ന്. എന്തിന് പറയുന്നു? കൊറോണ സമയത്ത് ഞാനൊരു ചാനൽ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് കൊറോണയുടെ വാക്സിൻ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ മുറ്റത്തുണ്ടെന്ന് പറയുന്നത്, പാമ്പിൻ്റെ വനത്തിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ പരിഹസിച്ചു, എനിക്ക് വിദ്യാഭ്യാസം ഇല്ലയെന്ന് പറഞ്ഞു. ഇപ്പോൾ ആണുങ്ങൾ കണ്ടുപിടിച്ചു പ്രതിരോധ മരുന്ന്. വെളിരാജ്യത്ത് കണ്ടുപിടിച്ചിരിക്കുന്നു പാമ്പിൽ നിന്ന് കൊറോണയുടെ പ്രതിരോധ മരുന്ന് കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് പ്രാധാന്യമുണ്ട് ഇതിന്? അപ്പോൾ അന്ന് ഇത്രയും പഠനങ്ങളില്ല, സയൻറ്റിസ്റ്റുകളില്ല. അന്ന് നമുക്ക് ക്ലോക്കില്ലെങ്കിലും സൂര്യനെ നോക്കി കൃത്യം സമയം പറയുന്ന ആൾക്കാരില്ലായിരുന്നു. അന്ന് കണ്ടുപിടിച്ചാണ് ഇതൊക്കെ. അപ്പോൾ എനിക്കൊന്ന് ഇതിനെ അന്വേഷിക്കണം. അങ്ങനെ അന്വേഷിച്ച് പോയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി, ലോകത്ത് ഞാൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വം ഉണ്ട്. ആരാണെന്ന് അറിയുമോ? ലോകത്തൊരു ഏറ്റവും ഞാൻ ബഹുമാനിക്കുന്ന ഒരാൾ നാരായണ ഗുരുദേവനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞ ഒരാളേ ഉള്ളൂ. അത് പാമ്പ് ദൈവമായതുകൊണ്ട് എല്ലാവരും ദൈവവിശ്വാസികളായതുകൊണ്ടൊന്നുമല്ല. എല്ലാവരും ഒന്നായി ജീവിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ട് മാത്രമാണ്. അതായത് അവിടെ വലിപ്പച്ചെറുപ്പമില്ല, അതൊന്നും ലോകത്തൊരിക്കലും നടക്കാൻ പോകുന്നത്. എല്ലാ ജാതിയും മതവും ഒക്കെ ഭൂമിയിൽ വേണം, എങ്കിൽ മാത്രമേ ഭൂമി നന്നായിട്ട് പോകുന്നു വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. അങ്ങനെ എല്ലാവരെയും ഒരേപോലെ, ഒരമ്മയുടെ മക്കൾ, അവിടെ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ ഇല്ലാതെ, അല്ലെങ്കിൽ ജൈനനെന്നോ ബുദ്ധനെന്നോ ഒന്നുമില്ലാതെ എല്ലാവരെയും ഒരേപോലെ കാണാൻ കഴിവുള്ള ഒരേ ഒരു ജീവിയെ ഭൂമിയിലുള്ളൂ. അത് പാമ്പുകൾ മാത്രമാണ്. കാരണം വെച്ചാൽ അവർക്ക് കാഴ്ചയില്ല. അവരെല്ലാവരെയും ഒരുപോലെ, നമ്മളെ രണ്ടുപേരെയും ഒരേപോലെ കാണണം. നമ്മളാണോ പെണ്ണാണെന്നില്ല, ഒരു നിഴൽ പോലെ. അപ്പം നമ്മളെ കൂടെ നിൽക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഒരു നിഴൽ പോലെ. അപ്പോൾ എനിക്ക് തോന്നി അവരെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്. അതുമാത്രമല്ല വേറെ പ്രത്യേകമുണ്ട്, ഇത്രയും അസുഖങ്ങൾക്കുള്ള ഔഷധങ്ങൾ കൊണ്ട് കിടക്കുന്ന ജീവി. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് പഠിച്ച് പോയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഞാനൊരു അമ്പലത്തിലേക്ക് പോയപ്പോൾ അതൊരു വിശ്വാസത്തിലേക്ക് പോയി. അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ പ്രകൃതിയിലേക്ക് വന്നപ്പോൾ ഇത് അനിവാര്യമാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഞാൻ ഭഗവാൻ ശിവൻ അവരുടെ ഒരു കുറേ പുറകിലോട്ടുള്ള ജീവിതം വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്, സകുടുംബം. ഇപ്പോൾ എലി പാമ്പിൻ്റെ ഫുഡാണ്, പാമ്പിൻ്റെ തീറ്റയാണ്. ആ എലിയെ ഒരു മെസ്സേജായി ഗണപതി എന്ന് പറയുന്ന ഭഗവാൻ വാഹനമായി കൊടുത്തിരിക്കുന്നു ഒരു കുടുംബത്തെ. അതിനെ തിന്നുന്ന പാമ്പിനെ അദ്ദേഹം തന്നെ കഴുത്തിലണിഞ്ഞിരിക്കുന്നു. ആ പാമ്പിനെ തിന്നുന്ന മയിലിനെ മറ്റൊരു മകനും വാഹനമായി കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ പുറകിൽ പോയപ്പോഴാണ് ഇതൊരു അന്ധവിശ്വാസമോ ഒരു കഥയൊന്നുമല്ല. ഭൂമി ഇങ്ങനെ ആവണം, ഇവരെല്ലാം ഭൂമിയിൽ വേണം, നമ്മളെല്ലാവരും ഈ ജീവി എല്ലാം ഭൂമിയിലുണ്ടെങ്കിലേ നമുക്ക് സുഖമായി ജീവിക്കാൻ കഴിയുള്ളൂ എന്നുള്ളൊരു മെസ്സേജായിരുന്നു അത്. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ ദൂരം സഞ്ചരിച്ചപ്പോൾ പാമ്പ് എന്നെ പിടിക്കാൻ എലിയെ പിടിക്കാൻ പാമ്പ് വീട്ടിലേക്ക് വരും. എന്തുകൊണ്ട് വീട്ടിലേക്ക്? നമ്മൾ എലി ഭരിക്കാനുള്ള സാഹചര്യം കൊടുത്തിട്ടാണ് നമ്മളെ വീട്ടിലേക്ക് വരും. അപ്പോൾ ഇങ്ങനെ കുറേ പഠിക്കാൻ എനിക്ക് പറ്റി ഒരുപാട്. അപ്പോൾ ആ ഒരു സ്നേഹമാണ് ഇന്ന് 39 വർഷം പിന്നിടാൻ പോകുന്നത്. 39 വർഷത്തോളമാകുന്നു. ഒരുപാട് കടികൾ വാങ്ങി, ലോക ചരിത്രത്തിൽ ഒരുപാട് കടികൾ വാങ്ങി, 5000-ലേറെ കടികൾ വാങ്ങാൻ പറ്റി. പിന്നെ കോബ്രയുടെയും വൈപ്പറിൻ്റെയും മാത്രം കടികൾ ഏകദേശം ഒരു വിലമുള്ളതിൻ്റെ മാത്രം ഒരു 400-500 അടുത്ത് കടി വാങ്ങാൻ പറ്റി. അതിൽ 16 പ്രാവശ്യം ക്രിട്ടിക്കലായി. അത് 13ാമത്തതാണ് കോട്ടയത്ത് വെച്ചുള്ളത്. അതിനുശേഷം 3 എണ്ണം കിട്ടി, ആരും അറിഞ്ഞിട്ടില്ല. അതിനുശേഷം 2025 ഓഗസ്റ്റ്, നവംബർ, ഡിസംബർ 5 മാസത്തിനിടയിൽ 3 കടിയിൽ 3 സീരിയസ് കടിയാണ്. ഒറ്റ കുഞ്ഞുങ്ങൾ അറിഞ്ഞില്ല. ഒറ്റയ്ക്ക് ഒരു തുള്ളി വെള്ളം പോലും. കോട്ടയത്തിന് ശേഷം എല്ലാവരും കോട്ടയത്ത് നിൽക്കുന്നേ ഉള്ളൂ, ട്രിവാൻഡ്രത്തേക്ക് വന്നിട്ടില്ല. തിരുവനന്തപുരത്ത് പാപ്പനംകോട് കൈമനത്തിനടുത്ത് NSS കരകത്തിൽ വെച്ചൊരു കടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഇവിടെ ആക്കുളത്ത് വെച്ച് ഒരു കടി ഉണ്ടായിരുന്നു. അത് ഇതായിരുന്നു ഈ വെറലുണ്ടായിരുന്നു. ആക്കുളത്ത് കടി വെറലിതാണ്, ഇത്ര എങ്ങനെ മടങ്ങുള്ളൂ. മറ്റത് ഇവിടെ ആയിരുന്നു. ഇപ്പോൾ അതല്ല, റീസെൻ്റ്ലി കഴിഞ്ഞ ഡിസംബറിൽ കിട്ടി. ഡിസംബർ 13 പേരൂർക്കടയിൽ വെച്ച് കിട്ടി കടിയുണ്ട്. അതൊന്നും ആരും അറിഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒരു പഠനമാക്കാൻ എനിക്ക് കഴിയും.
കാരണം ഇപ്പോൾ കഴിഞ്ഞ ഈ കടിയിൽ ഞാൻ ഡോക്ടർ സാറേ എനിക്ക് ദേവി ഇതിനെ ഉപദ്രവിക്കരുത്, എനിക്ക് ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടെന്ന്. കാരണം എനിക്കൊന്ന് പഠിക്കാൻ വേണ്ടി എൻ്റെ ശരീരത്തിൽ ആൻറ്റിബോഡി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഒരു 15 വർഷങ്ങൾക്ക് മുന്നേ ബേബി പോൾ സാറിൻ്റെ അന്നത്തെ HOD ബേബി പോൾ സാറിന് അദ്ദേഹത്തിൻ്റെ യൂണിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയണം. അപ്പോൾ ഞാൻ ഇപ്പോൾ കടിയിട്ടപ്പോൾ ഞാൻ സാറേ എനിക്ക് ആ പ്രതിരോധം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി എനിക്ക് 36 മണിക്കൂർ കഴിഞ്ഞാണ് എനിക്ക് ആൻറ്റിബയോട്ടിക് എടുക്കുക. കാര്യം നീര് വെച്ചതിന് ശേഷം അവർ അല്ല സുരേഷ് ഇനി ഞങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല, സുരേഷിന് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ജനങ്ങൾ ഞങ്ങളെ വെറുതെ എടുത്തില്ല, അതുകൊണ്ട് നമുക്ക് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ പിന്നെ അവരുടെ സേഫ്റ്റി നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ആ 36 മണിക്കൂർ കഴിഞ്ഞാണ് ആൻറ്റിബയോട്ടിക് എടുത്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് അറിവുകൾ എനിക്ക് ശേഖരിക്കാൻ പറ്റും. അത് നിങ്ങൾക്കറിയാമോ ഒരു കാര്യം, ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ആരാണ് പാമ്പിനെ പിടിക്കാൻ ട്രെയിനിങ് കൊടുത്തത്? ലോക ചരിത്രത്തിൽ ഒരാളെന്ന് പറയാമോ? 2006 ഞാനായിരുന്നു. 2006 ഇന്ന് വരെ ഒരാളിന് ഞാൻ ട്രെയിനിങ് കൊടുത്ത ഒരാളിന് കടി കിട്ടിയിട്ടില്ല. ഇന്ന് വരെ ഞാൻ ട്രെയിനിങ് കൊടുത്ത ഒരാളിന് കടി കിട്ടില്ല ഇന്ന് വരെ, ഈ നിമിഷം വരെ. പാമ്പുകളെ കുറിച്ച് അവയർനെസ് ക്ലാസ് തുടങ്ങിയതായിരുന്നു 2006 ഞാനായിരുന്നു. എൻ്റെ തലയിൽ വെച്ച ഐഡിയ ആയിരുന്നു. ഈ കാസർഗോഡ് മുതൽ പാറശാല വരെ ഉള്ള സ്കൂളുകൾ, കോളേജുകൾ, റെസിഡൻസ് ക്ലബ്ബ്, വിവിധ പാർട്ടി പരിപാടികളിൽ ഉൾപ്പെടെ, അതായത് ഏതെങ്കിലും ഒരു പാർട്ടി പരിപാടികളിൽ ഉൾപ്പെടെ ഉള്ള സ്ഥലത്ത് ഞാൻ പ്രോഗ്രാം പങ്കെടുത്തു. ഉറുമ്പുണ്ടല്ലോ, ഉറുമ്പ് നന്നായിട്ട് ഉറുമ്പുണ്ട്, കൊതുവുണ്ടാവും കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള അനുഭവം എനിക്ക് പഠിക്കാൻ പറ്റി. പക്ഷെ നമ്മളെപ്പോലുള്ളവരെ അംഗീകരിക്കാൻ നമ്മുടെ നാട് തയ്യാറല്ല എന്നുള്ളത്. അപ്പം നമ്മുടെയൊക്കെ തലച്ചോറിനകത്തിരിക്കുന്ന അറിവുകൾ പകർത്താനോ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനോ പഠനമാക്കാനോ നമ്മുടെ നാട്ടിൽ നമുക്ക് കഴിയുന്നില്ല. എൻ്റെ ഒരു ആഗ്രഹമാണ് അടുത്ത തലമുറയ്ക്ക് ഞാൻ യാത്രയാവുമ്പോൾ, ഞാൻ ഭൂമി വിട്ടു പോകുമ്പോൾ അടുത്ത തലമുറയ്ക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത കണ്ടുവെക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതിന്നും എനിക്ക് കിട്ടിയ അറിവുകളെല്ലാം ഞാൻ പകർന്ന് മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. മറ്റുള്ളവർക്ക് ഒരു നിമിഷം പോലും ഞാൻ പാഴാക്കില്ല. അപ്പോൾ നിങ്ങളെ മുന്നിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നിങ്ങളടുത്ത് 10:30 വരാൻ സമയം പറഞ്ഞു, നിങ്ങൾ 10 മണിയായപ്പോൾ ഇവിടെ എത്തി. പക്ഷേ ഞാൻ ഇടയ്ക്ക് ഒരു 3 കേസ് പോയി, രാവിലെ 3 കേസ് പോയിട്ടാണ് എനിക്ക് 15. ഇന്നലെ ഞാൻ വന്ന് കിടന്നത് രാത്രി. എൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് 3-5 മാസം 3-4 ലക്ഷം രൂപ തന്നെ. അപ്പോൾ ഞാൻ ഓട്ടോയിലാണെന്നല്ല പന്തളത്ത് പോയി, ഓട്ടോയിൽ. ആ കോൾ എടുത്തിട്ട് തിരിച്ചപ്പോൾ 2:30-3 മണിയായി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ എന്തായാലും നിങ്ങൾ വരാൻ താമസിക്കുക. അങ്ങനെയാണ് 3 കോൾ രാവിലെ പോയി. അപ്പോൾ ഒരു സമയം പോലും ഞാൻ എൻ്റേതായിട്ടോ എനിക്ക് വേണ്ടി ഞാൻ മാറ്റി വെക്കാറില്ല. നിങ്ങൾ ആലോചിച്ച്, എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഒരു പശു മരിച്ച് മറക്കം ചൂണ്ടി എനിക്കവിടെ ഞാൻ നിന്ന് കുഴിയെടുക്കേണ്ട ആളാണ്. ഞാൻ അപ്പോഴും മറ്റുള്ളവർക്ക് കൊണ്ട് ഓടിക്കൊണ്ടിരിക്കും. മറ്റുള്ളവർക്ക് ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ അതിഥികൾക്കും എൻ്റെ ജനങ്ങൾക്കും വേണ്ടി ഞാനിപ്പോൾ രണ്ടും കൂടുതലും പ്രാധാന്യം ഞാൻ ജനങ്ങൾക്ക് കൊടുക്കുന്നു ഇപ്പോൾ. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് പാമ്പ് കടി മരണങ്ങളുണ്ടാകും. അപ്പോൾ ഇതിനെയൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാനിപ്പോൾ പാമ്പ് കടിയിട്ട് മരണപ്പെട്ട വീട്ടിൽ പോകുന്നു, ആ വീടിൻ്റെ പരിസരം വീക്ഷിക്കുന്നത് എങ്ങനെയാണ് വരാൻ സാധ്യതയുണ്ട്, ഇത് എവിടെ നിന്ന് കടി കിട്ടാൻ സാധ്യതയുണ്ട്, ഈ വീട്ടിൽ ആ കുട്ടിക്ക് കടി കിട്ടിയിട്ട് ഏത് ഭാഗത്ത് കടി കിട്ടി, എവിടെ നിന്ന് കടി കിട്ടി, എത്ര സമയം എടുത്ത് ഹോസ്പിറ്റലിൽ എത്താൻ, ഇങ്ങനെയൊക്കെയുള്ള അറിവുകൾ തേടി അന്വേഷിച്ചുള്ളൂ യാത്ര ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യം കൊണ്ടാണ് ചേട്ടൻ ഈ പറഞ്ഞ പോലെ നിസ്വാർത്ഥമായിട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ചാൾസ് രാജാവൊക്കെ അന്ന് വന്നപ്പോൾ ലിവിങ് വണ്ടർ എന്ന് തന്നെ വിളിച്ചതും വിശേഷിപ്പിച്ചതും ഒക്കെ. വലിയ സന്തോഷമാണെന്ന് അറിയാം. ഇപ്പം നമ്മളെപ്പോലുള്ളവർ, ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നിന്ന് കുറേ ഭാഗ്യം ഈ പാമ്പ് പിടുത്തക്കാർക്ക് ലോകത്ത് ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് എനിക്ക് കിട്ടി. കാരണം രാജകുമാരനെ കാണാൻ പറ്റി. അതിലുപരി ആ സമയത്തുണ്ടല്ലോ നിങ്ങൾ തന്നെ ചിലപ്പോൾ നാറിപ്പോൾ. എൻ്റെ കൈ ഓട്ടർ നീർനായി കടിച്ചിട്ട് എൻ്റെ കൈയെല്ലാം മുറിവാണ്. എൻ്റെ ശരീരത്തിൽ മൊത്തം 55 മുറിവുണ്ടായിരുന്നു ഇത് കടിച്ചിട്ട്. എല്ലാവരും ഞാൻ ഇങ്ങനെ വെച്ച് കെട്ടി പഴുപ്പൊക്കെ ഇങ്ങനെ ഒലിച്ച് നാറിക്കൊണ്ടിരിക്കുന്ന കൈയാണ്. അപ്പം നാളെയാണ് പുതിയ പിള്ളയെ കാണാൻ സമയം തന്നെ. അപ്പോൾ ഞങ്ങൾ ഇന്നേ ഇവിടുന്ന് പോകണം. അപ്പോൾ കൈയൊന്നും ഡ്രസ്സ് ചെയ്തില്ല. ഇത് 2 കിലോ വെച്ച് കെട്ടിയിട്ടുണ്ട്. ആ കൈ സ്മെല്ലോടെയാണ് അദ്ദേഹത്തിനടുത്ത് നിൽക്കുന്നത്. അദ്ദേഹത്തിന് ഒരു സങ്കേതം തോന്നുന്നത് അദ്ദേഹം എൻ്റെ കൈ പിടിച്ച് വെച്ചിരുന്നു എന്നുള്ളതാണ്. ഈ സ്മെല്ലിൽ എനിക്ക് തന്നെ വിഷമം തോന്നി. പക്ഷേ അദ്ദേഹം എൻ്റെ കൈ നിർബന്ധമായിട്ട് പിടിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇങ്ങനെ വെച്ചിരുന്നു എന്നാണ്. അപ്പോൾ അതൊക്കെ ഒരു ഭാഗ്യമാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ എനിക്ക് ചിരി വരുന്നൊരു സമയത്ത് ചില സമയത്ത് ഈ ഇലക്ഷൻ കോമാളിത്തരം എന്ന് പറഞ്ഞ കുറേ സംഭവങ്ങൾ. കാരണം നമ്മളെ വീട്ടിൽ നമ്മളെ അമ്മ ഇലക്ഷൻ വോട്ട് ചോദിക്കാൻ ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് നിൽക്കുന്ന ഒരാൾ വന്നാൽ അമ്മ എന്നൊക്കെ പറഞ്ഞ് വളരെ ബഹുമാനത്തിൽ കാലൊക്കെ തൊട്ട് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മയെ പേര് പറഞ്ഞേ വിളിക്കുള്ളൂ. പിന്നെ പുള്ളിയെ നമ്മൾ വിളിച്ചാൽ കിട്ടണമെങ്കിൽ പുള്ളിയുടെ പിറകെ കിടക്കണം. ആ സമയത്താണ് ഒരു രാജ്യത്തിൻ്റെ സൂര്യൻ അസ്തമിക്കാത്ത രാജ്യത്തിലെ രാജകുമാരൻ ഇന്ത്യ സന്ദർശിക്കാൻ സമയത്ത് കേരളത്തിൽ വന്നപ്പോൾ അന്ന് ഉമ്മൻചാണ്ടി സാറിൻ്റെ ബർത്ത്ഡേ ആണ്. അതിനുപോലും സാർ പുള്ളിക്കാരൻ പോയിട്ടില്ല. പറഞ്ഞാൽ അതല്ല, എനിക്ക് അതിനേക്കാളും പ്രാധാന്യം ഇതാണെന്ന് പറഞ്ഞാൽ നമ്മളെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത്. അതിൽ കൂടി വേറെ സന്തോഷമുണ്ട്. എന്താണെന്ന് അറിയാം, നിങ്ങൾ മറുനാൾ സായൻ സാറിനെ കൂടി ചോദിച്ചാൽ മതി. ഈ കഴിഞ്ഞ ഒരു 3-4 മാസങ്ങൾക്ക് മുന്നേ അവിടെ പാർലമെൻറ്റ് നടന്നപ്പോൾ നമ്മുടെ ഭാരതീയനായ ഒരാൾ ആ പാർലമെൻറ്റ് മെമ്പറായിരുന്നു. അപ്പോൾ അദ്ദേഹം ചാൾസ് രാജകുമാരൻ സാർ അദ്ദേഹം പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഒരാൾ സൈഡിൽ നിൽക്കുന്നു. അപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെടാനുള്ള അവസരം. അപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞു, പരിചയപ്പെട്ടു. ഇന്ത്യയിൽ എവിടെയാണെന്ന് ഇപ്പോൾ കേരളത്തിലാണെന്ന് പറഞ്ഞു. കേരളത്തിൽ കോട്ടയത്താണെന്ന് പറഞ്ഞു. അപ്പോൾ ആ പുള്ളി പറഞ്ഞൊരു മറുപടി, എനിക്കും ഇന്ത്യയിൽ ഒരാളുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, എനിക്ക് സുഹൃത്തുണ്ട്, എനിക്ക് കേരളത്തിലാണെന്ന് പറഞ്ഞു. കേരളത്തിൽ ട്രിവാൻഡ്രത്താണ് വാവാ സുരേഷ് ആണെന്ന് പറഞ്ഞു. പക്ഷേ എല്ലാത്തിലും വാർത്ത കൊടുക്കാൻ വേണ്ടി എല്ലാം സെറ്റായതാണ്. അപ്പോഴും അവിടുത്തെ പാർലമെൻറ്റിൽ നിന്ന് വന്നു. ഇവിടുത്തെ പാർലമെൻറ്റ് നടക്കുന്ന ഒരു കാര്യങ്ങളും വെളിയിലാവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് തടസ്സപ്പെട്ടു. അപ്പോൾ ഇങ്ങനെയാണ്. അത് കഴിഞ്ഞ് വേറെ സംഭവം ഉണ്ട് കേട്ടോ. എനിക്ക് സന്തോഷം. അറിയാലോ, സ്വീഡനിൽ നിന്ന് രാജഗോപാല സുഖന്ന് പുറത്തു പോയി. അതൊരു 3-4 വർഷം പഴക്കമുള്ള സംഭവമാണ്. പുറത്ത് പോയപ്പോൾ അവർ സ്വീഡനിൽ നേരെ അടുത്ത കോൾ പോകുന്നത് വൈറ്റ് ഹൗസിലേക്കാണ്.
സ്റ്റുഡൻറ്റ് നേരിട്ട് നമ്മളെ വിളിക്കാൻ അധികാരമില്ല. വൈറ്റ് ഹൗസിലേക്ക് പോകുന്നു. വൈറ്റ് ഹൗസിൽ നിന്ന് എൻ്റെ കൗമുദിയുടെ ചീഫിനെ വിളിക്കുന്നു. ചീഫ് ഉടനെ എൻ്റെ നമ്പർ എടുക്കുന്നു. അപ്പോൾ അവിടുന്ന് അദ്ദേഹം വൈറ്റ് ഹൗസിലെ പ്രധാനപ്പെട്ട ആളെന്നെ വിളിച്ചു, സംസാരിച്ചു. എല്ലാം എന്താ 2.5 മാസം മുന്നേ സ്കൂളിൽ നിന്നൊരു രാജഗോപാല പുറത്ത് പോയി. അപ്പോൾ ആരും മിണ്ടാതിരുന്നു, രഹസ്യമായിട്ട് വന്ന് കയറുന്നത്. പിന്നെ അത് വാർത്തയായപ്പോൾ വിളിച്ചപ്പോൾ രാത്രി അടുത്ത ദിവസം രാത്രി 2:30 ഫ്ലൈറ്റ് അവരുടെ എയർ വന്ന് കൊണ്ടുവന്ന് പറഞ്ഞ് എല്ലാം റെഡിയായിരുന്നു. പക്ഷേ അപ്പോഴത്തേക്ക് ഈ 2.5 മാസം കൊണ്ട് ഒളിച്ചിരുന്ന സാധനം എൻ്റെ പേര് കേട്ടപ്പോൾ ചെന്ന് കൂട്ടിക്കയറി എന്നുള്ള രാത്രി. ഞാൻ ചെല്ലുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പേര് ഞാൻ വാവ സുരേഷിനെ വിളിച്ച് ഞാൻ ഇന്ന ദിവസം വരുമെന്ന് പറഞ്ഞതിൻ്റെ അന്ന് വൈകിട്ട് ഈ 2.5 മാസം മുന്നേ ഇറങ്ങിപ്പോയ സാധനം രാത്രി ഒന്ന് ഓട്ടോമാറ്റിക്കലി വന്ന് നേരെ വന്ന് കൂട്ടിനകത്ത് എറിയുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായി. പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും കോൾ വന്നല്ല, ഇത്രയും ലോകത്ത് ഇത്രയും ആളുള്ള സ്ഥലത്ത് നമ്മളെപ്പോലെ സാധാരണക്കാരനെ ഒരാളിനെ വിളിക്കാനുള്ള അവസരം ഉണ്ടായി. അതിലുപരി ഏറ്റവും ട്രെയിനറായിരുന്ന നമ്മുടെ സ്റ്റീവ് ഇർവിനെ പോലും അംഗീകരിക്കാത്ത നാടല്ലേ നമ്മുടെ നാട്. അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് കാട്ടിനകത്ത് വെച്ചിട്ട് അവസാനം അദ്ദേഹത്തിൻ്റെ ഭാര്യ കേസ് കൊടുത്തിട്ട് അത് പൂട്ടിച്ച പാർക്ക് നെയ്യാറിൽ അറിയാം. അത് അങ്ങനെ സംഭവമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ അംഗീകരിക്കാൻ തയ്യാറല്ല. ഇപ്പോൾ നിങ്ങൾ തന്നെ ഒരു പ്രൊഫഷണൽ, നിങ്ങൾ ഇത്ര നല്ല രീതിയിൽ നിങ്ങൾ ബൈറ്റ് എടുത്ത് നിങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചാലും ഒരു വശത്ത് നിങ്ങൾ എങ്ങനെ തള്ളിയിടാൻ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അതാണ് അപ്പോൾ നമ്മളെ വളരാൻ അനുവദിക്കത്തില്ല. അത് നമ്മുടെ നാടിൻ്റെ ശാപം അതാണ്. അതുകൊണ്ട് നമ്മുടെ ചെറുപ്പത്തിൽ പുതിയ തലമുറയിലെ തലച്ചുള്ള കുട്ടികളെ അന്യ രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കും. എനിക്ക് എൻ്റെ നാട്, എൻ്റെ കേരളം, എൻ്റെ മനോഹരമായ ഈ പച്ചപ്പുള്ള പുഴുക്കളുള്ള അല്ലെങ്കിൽ ഈ കുളയട്ടയുള്ള എൻ്റെ കേരളം, എൻ്റെ കേരളമാണ് എനിക്ക് ഏറ്റവും വലുത്. അത് വിട്ട് സംസ്ഥാനങ്ങളിൽ പോകാൻ പോലും എനിക്ക് താല്പര്യമില്ല. എന്നാലും ഞാൻ എൻ്റെ ഭാരതം എന്ന് തന്നെ ഞാൻ പറയുന്നത്. പക്ഷേ എന്നാലും എൻ്റെ കേരളം എന്ന് തന്നെ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. ഞാൻ മലയാളത്തിനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, മലയാള ഭാഷയാണ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഇപ്പോൾ 90% ഞാൻ പറ്റുമെങ്കിൽ മലയാളം തന്നെയാണ് കൂടുതൽ സംസാരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഞാൻ കേട്ടിട്ടുണ്ട് രാജവെമ്പാല ഐ കോണ്ടാക്ട് തരുന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ ശരിക്കും അതുണ്ടോ? മൂഡ് മാറ്റാൻ പറ്റും നമുക്ക് നമ്മുടെ ശരിക്കും രാജവെമ്പാലയ്ക്ക്? 100%. നിങ്ങളുടെ ചോദ്യം എന്നറിയാം. എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ ഈ പാമ്പടി വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം ഈ നാട്ടിൽ വിദേശ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ഒരുപാട് ചാനലുകൾ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തു കേട്ടോ, എന്നെ ഇൻ്റർവ്യൂ. പക്ഷേ ആരും ഇങ്ങനത്തെ ചോദ്യങ്ങളും ചോദിച്ചിട്ട് നല്ല ചോദ്യമാണ് കേട്ടോ. അത് പറ്റും. കാരണം എന്ന് പറയാം, ഇപ്പം നമ്മൾ ഇപ്പോൾ യൂട്യൂബിലൊക്കെ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്താണ് നമ്മുടെ ഈ കൗമുദിന് 1200 എപ്പിസോഡ് പിന്നിട്ട് പോകുന്ന സ്നേക് മാസ്റ്റർ പ്രോഗ്രാം എൻ്റെ തലയിൽ ഉദിച്ചാണ്. ഒരാളിൻ്റെയും തലയിൽ ഉദിച്ചില്ല, എൻ്റെ തലയിൽ ഉദിച്ചിട്ട് അതിനെയാണ് ഞാൻ അതിനെ ഫ്രഷായിട്ട് അവരെ കൊണ്ട് കൊടുക്കുന്നു. നല്ലൊരു പ്രൊഡ്യൂസർ കിഷോർ കരമന കിട്ടി, നല്ല ക്യാമറമാൻ കിട്ടി. അപ്പോൾ അവർക്ക് ഭയമില്ലാതെ അവരെ ആദ്യം പേടി മാറ്റി. അപ്പോൾ നന്നായിട്ടത് വിഷ്വൽ ബ്യൂട്ടിയായിട്ട് എടുത്ത് നമുക്ക് ആൾക്കാർ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ അതിൽ ആ സമയത്ത് നമ്മൾ കിങ്കോബറൊക്കെ പിടിക്കാൻ പോകുമ്പോൾ ആദ്യമൊക്കെ പിടിക്കാൻ പോകുമ്പോൾ തലയിൽ പിടിച്ച് എടുത്ത് ചാക്കിലാക്കി കഴുത്തിലൊക്കെ ഇട്ട് ഫോട്ടോ എടുത്ത് കൊണ്ട് പിന്നെ എനിക്ക് തോന്നി ഇത് ശരിയല്ല, ഇതിനെ പഠിക്കണം. അപ്പോൾ നമ്മൾ ഇപ്പം നിസ്സാരമായിട്ടുള്ളൊരു കേസാണ്. അപ്പം ചില സ്ഥലത്ത് പാമ്പിനെ പിടിക്കാണ്ടിരുമ്പോൾ ഇന്നലെ അവിടെ ഇരുന്ന പാമ്പ് നമ്മളവിടെ എത്തുമ്പോൾ അത് അവിടെ നിന്ന് എഴുതി പോകുന്നു, അവിടെ ആ സ്ഥലത്ത് എത്താറാകുമ്പോൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അനുഭവം. അപ്പോൾ എനിക്ക് തോന്നിയത് കുറച്ച് വലിയ പാമ്പാണ് രാജവെമ്പാല, തലയും കുറച്ച് വലുതാണ്. അപ്പോൾ തലച്ചോറ് മറ്റ് പാമ്പുകളെ അപേക്ഷിച്ച് തലച്ചോറ് കുറഞ്ഞ, ബ്രെയിൻ വളരെ കനം കുറഞ്ഞ ജീവിയാണ് പാമ്പുകൾ. അതിൽ കുറച്ചുകൂടി കൂടുതൽ രാജവെമ്പാലയ്ക്കാണ്. അപ്പോൾ നമ്മളിതിനടുത്ത് രാജവെമ്പാല ഡെത്തുകൾ കേരളത്തിൽ കുറവാണ്. കേരളത്തിൽ അറിയാമോ എത്ര ഡെത്ത് ഉണ്ടെന്ന്? രാജവെമ്പാലയുടെ ഒരു ഡെത്തെ സ്ഥിരീകരിച്ചിട്ടുള്ളൂ. അത് തിരുവനന്തപുരത്ത് സൂവിലാണ്. അത് സൂയിസൈഡായിരുന്നു. സൂയിസൈഡെന്ന് ലോകത്ത് പറഞ്ഞ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും പറഞ്ഞിട്ടില്ല. അത് സൂയിസൈഡ്. കാരണം ഇന്ത്യൻ സൂ അതോറിറ്റിയുടെ നിയമപ്രകാരം 12 മണിക്ക് ശേഷം കൂട്ടിനകത്ത് ആരും കയറാൻ പാടില്ല. 12 മണിക്ക് പൂട്ടി താക്കോൽ തോന്നും. പുള്ളി 12:30 കൂട്ടിനകത്ത് നിൽക്കാം. പുള്ളി നിൽക്കുന്ന സമയത്തിന് പുള്ളി ഇങ്ങനെ ചൂലിട്ട് ഇങ്ങനെ ആക്കിയൊക്കെ നിൽക്കുന്നു, എന്തൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്നിട്ട് പുള്ളിക്ക് ഈ കൂട്ടിനകത്ത് ആൾ കയറണമെങ്കിൽ തന്നെ അതിനകത്ത് നടക്കുന്ന പാമ്പിനെ കൂട്ടിലേക്ക് വെളിയിൽ നിന്ന് വിരട്ടി കയറ്റി അത് ലോക്കിയതിനു ശേഷം ഇതിനകത്ത് ആൾ കയറാൻ പാടില്ല. അപ്പോൾ ആ പാമ്പ് എങ്ങനെ പുള്ളിയുടെ കയ്യിൽ കടിക്കണം? അതും അവർ അത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളും എക്സ്പീരിയൻസ്. പുള്ളിയുടെ വാപ്പ എന്ന് പറഞ്ഞാൽ എത്രയോ വർഷം എന്താ പറയുക സർക്കസ് നടത്തിയ ആളാണ്. സിംഹത്തിൻ്റെ ചെറുപ്പത്തിൽ സിംഹത്തിൻ്റെ പുറത്ത് കിടന്ന ആളാണ് അദ്ദേഹം. വീട്ടിൽ വളർത്തിയ സിംഹത്തിൻ്റെ ഇതിലേക്ക് വേണ്ടി അങ്ങനെ നടത്തിയ ആളാണ് ഹർഷാദ്. അപ്പോൾ പുള്ളി സൂയിസൈഡ്, ലോകത്ത് സൂയിസൈഡാണെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമാണ് സൂയിസൈഡായിരുന്നു. പിന്നെ ഞാനത് വാർത്തയാക്കാതിരുന്നത്, ഒന്ന് സൂയിസൈഡാണെന്ന് പറഞ്ഞാൽ അവർക്കൊരു നഷ്ടപരിഹാരം 10 ലക്ഷത്തോളം രൂപ കിട്ടും. അത് കിട്ടാതെ പോകും. അത് കിട്ടി. വൈഫിന് ജോലി കൊടുക്കരുതെന്ന് പറഞ്ഞിരുന്നു ഞാൻ. കാരണം കുട്ടികൾ വളർന്ന് വന്നിട്ട് കുട്ടികൾക്ക് ജോലി കൊടുക്കണം. ഇത് വൈഫിന് താൽക്കാലികമായിട്ട് ജോലിയിലങ്ങ് ഒതുങ്ങി തീർന്നു. മറ്റേ കുട്ടികൾ കാണുമ്പോൾ ഒരു പെർമനൻറ്റ് ജോലിയായിട്ട് അങ്ങ് മാറി. പുള്ളിക്ക് പെർമനൻ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാരണം. അപ്പോൾ അതും ഞാൻ അപ്പോൾ പിന്നെ കടിയുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലോ നിങ്ങളെ പഠനത്തിലോ രാജവെമ്പാല കടിച്ച് ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ വിശ്വസിക്കും. രാജവെമ്പാല അടിച്ച് 2 ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ ഒരു വാർത്ത വന്നിട്ടില്ല എന്നുള്ള, ഒരു വാർത്ത ഒരു സോഷ്യൽ മീഡിയയിലോ ഒരു പത്രത്തിലോ വന്നിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് 2021 അഞ്ചലിൽ വന്നിട്ട് 22 അഞ്ചലിൽ താൽക്കാലിക ജീവനക്കാരനെ ഹേമന്തിൻ്റെ കടിയിട്ട് സഞ്ചിയിൽ കൂടെ കടിയിട്ടിട്ട് അദ്ദേഹം ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ആരും അറിഞ്ഞില്ല.
രഹസ്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞ 2023 പാലോട് വാച്ചറിന് കടി കിട്ടി, രാജഗോപാൽ അടിച്ചു സഞ്ജീവ്, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ അറിഞ്ഞാൽ വാർത്തയാക്കുമെന്ന് പറഞ്ഞ് മിണ്ടാതുകൊണ്ട് എവിടെ നിന്ന് ട്രിവാൻഡ്രത്ത് കടി കിട്ടിയിട്ട് കൊല്ലത്ത് ESI ഒരു ഫെസിലിറ്റി ഇല്ലാത്ത ESI മെഡിക്കൽ കോളേജ് കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇവിടെ എല്ലാ ഫെസിലിറ്റിയുള്ള സ്ഥലം അടുത്ത് കിടക്കുന്നില്ല, 30 കിലോമീറ്ററേ ഉള്ളൂ. ഇവിടെ നിന്ന് 55 കിലോമീറ്ററുള്ള അപ്പുറത്ത് ഉണ്ടാക്കിയിരിക്കുന്നു. ഞാൻ അറിഞ്ഞാൽ ഇത് വാർത്ത കൊടുക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതാണ് നമ്മുടെ നാട്ടിൻ്റെ ശാപം. വാർത്ത കൊടുക്കുന്നത് ഒരുപാട് കൊടുക്കാനുണ്ട്. എനിക്ക് കടി കിട്ടുമ്പോൾ മാത്രമേ ആഘോഷമുള്ളൂ എല്ലാവർക്കും. നിങ്ങൾക്കറിയാമോ, നമ്മുടെ നാട്ടിൽ നമ്മൾ 2022 ശേഷം നമ്മുടെ നാട്ടിലൊരു പുതിയ സംരംഭം ഉണ്ടായിട്ടുണ്ട് പാമ്പിനെ പിടിക്കാണ്ട്. പേരൊന്നും ഞാൻ പറയുന്നത്, അതൊക്കെ പബ്ലിസിറ്റി, നമ്മൾ ആർക്കും പബ്ലിസിറ്റി കൊടുക്കണ്ടായിരുന്നു. ഒരു നാശത്തിലേക്ക് പോകുന്നൊരു ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, നാശത്തിലേക്ക്. കാരണം 0 ബൈറ്റ് പോളിസി എന്ന് പറഞ്ഞുകൊണ്ട് പാമ്പ് പിടുത്തക്കാർക്ക് 0 ബൈറ്റ് പോളിസി. 0 ബൈറ്റ് പാമ്പ് പിടുത്തക്കാർക്ക് എത്ര കടിയിട്ടെന്ന് നിങ്ങൾക്കറിയാമോ? 0 ബൈറ്റ് എന്ന് പറഞ്ഞ് 0 ബൈറ്റ് മണ്ണാങ്കട്ടയെന്ന് പറഞ്ഞ് വന്നിട്ട് എത്ര കടിയിട്ടെന്ന് അറിയാമോ? 144 പേർക്ക് കടിയിട്ട്. ഈ 0 ബൈറ്റ് എങ്ങനെയാ പോസിബിൾ ആവുക? പിടിക്കാത്ത ആൾക്കാർ എങ്ങനെയാ പോസിബിൾ ആവുക? ഇത് ഈ പറഞ്ഞത് പാമ്പ് പിടുത്തക്കാർക്ക് 0 ബൈറ്റ് ആണ്, ജനങ്ങൾക്കല്ല. പാമ്പ് പിടുത്തക്കാർക്ക് കടിയില്ലാത്ത ഒരു സംവിധാനം കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ സംവിധാനം കണ്ടതിന് ശേഷം 142-144 പേർക്ക് കടികിട്ടി, 2-3 പേര് മരണപ്പെട്ടു. അതിലൊരു പയ്യൻ മരണപ്പെട്ടത് കാട്ടിനകത്ത് വെച്ച് വൈകുന്നേരത്താണ് കടികിട്ടി മരണപ്പെട്ടത്. തിരുവനന്തപുരത്ത് കിള്ളിപ്പാലത്ത് ഷിബുവാണ്. ഞാൻ അദ്ദേഹം ഒരിക്കലും ആ സംഘം ഞാനാണ് വള്ളത്തിൽ കൊണ്ടുവന്നത്. അദ്ദേഹം വള്ളി നിൽക്കുന്ന പ്രായത്തിൽ അദ്ദേഹത്തിന് എൻ്റെ കൂടെയൊക്കെ സഞ്ചരിച്ച് പന്തിൽ പൊളിക്കാനൊക്കെ വന്ന് പാമ്പിനൊക്കെ പിടി ഭയന്മാരെ അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ഞാനാണ്. അദ്ദേഹം മരണപ്പെട്ടു. ഒരു അന്വേഷണം ഉണ്ടായോ? ഒരു വിജിലൻസ് അന്വേഷണം ഉണ്ടായോ? ഈ കാട്ടിനകത്ത് വെച്ച് കടികിട്ടി, സന്ധ്യയ്ക്ക് കടികിട്ടി, എങ്ങനെ കടികിട്ടി, എന്തിനവിടെ കടി, ആരൊക്കെ കൂടെ പോയത്, കൂടെ ആരൊക്കെ പോയി, എങ്ങനെയാണ് കടി ഇവിടെ കയ്യിൽ കിട്ടാൻ സാധ്യത, ഫോട്ടോ കാട്ടിനകത്ത് തുറന്നിട്ട് വീഡിയോ എടുക്കുന്ന സമയത്തല്ലേ കടികിട്ടിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആൽക്കഹോളായിരുന്നു. നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു പറയാം. ഞാനപ്പോൾ വാർത്തയാക്കി കൊണ്ടുവന്നപ്പോഴാണ് പലരും എന്താ പറഞ്ഞ് ഒരു ചെറുപ്പക്കാരനെ 2 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ ടീച്ചർ എന്താ പറഞ്ഞു, സുരേഷ് ജി ഇങ്ങനെയാണ്, സുരേഷ് ജി ഒന്നും സംസാരിക്കരുതെന്ന്. അപ്പോൾ ഞാൻ മിണ്ടിയില്ല. ഞാൻ ആ പറഞ്ഞൊന്ന് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇനി എനിക്ക് പറയാം, കാരണം കിട്ടാനുള്ളതെല്ലാം കിട്ടി. അവർക്ക് നഷ്ടപരിഹാരം കിട്ടി, വൈഫിന് ജോലി കിട്ടി, എല്ലാമായി. അപ്പോൾ കുട്ടികൾക്ക് സേഫായിട്ട് ഫിക്സഡ് ആയിട്ട് എമൗണ്ടും കൊടുത്തു. ഇവിടെ ഞാൻ ചോദ്യം ചെയ്യുന്ന 1-2 കാര്യങ്ങളുണ്ട്. എന്താണെന്ന് നിങ്ങളുടെ നമുക്ക് തുറന്ന് പറയാം. നമ്മുടെ ഈ പുതിയ തലമുറയിലെ അറിവുകൾ, ഒരു ബുക്ക് നോക്കി വായിക്കുന്ന അറിവിനേക്കാളും പ്രാധാന്യമാണ് നിത്യേന കൈകാര്യം ചെയ്യുന്നവർക്ക് കിട്ടുന്ന അറിവുകൾ. ഇപ്പം നമുക്കൊരു പാമ്പിനെ പണ്ട് ഒരു 100 വർഷങ്ങൾക്ക് മുന്നേ എഴുതിയൊരു ബുക്കിൽ പാമ്പ് കസേര ചരിഞ്ഞേ ഇരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ചരിഞ്ഞ് കിടക്കും, അല്ലെങ്കിൽ കൈ തോളി വെച്ചുകൊണ്ട് കിടക്കും എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചത് ഇപ്പോൾ ഈ പ്രകൃതി മാറുന്നതിനനുസരിച്ച് അത് പ്രായോഗികമാണോ? എൻ്റെ ചോദ്യം അതാണ്. പാമ്പിൻ്റെ വനം കാലാവസ്ഥ മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയല്ലേ? അത് പഠനം പ്രായോഗികമാണോ? 100 വർഷങ്ങൾക്ക് മുന്നേ എഴുതി വെച്ച ബുക്ക്, അല്ലെങ്കിൽ ഒരു മെഡിസിൻ കേന്ദ്രത്തിൽ എഴുതി വെച്ച സാധനം ഇന്ന് ഒരു 10 പ്രാവശ്യം റീഡെവലപ്പ് ചെയ്യേണ്ട സമയമായില്ലേ? നിങ്ങളെയൊക്കെ അമ്മയും അമ്മൂമ്മയൊക്കെ കഴിച്ചിരുന്ന ഫുഡാണോ ഇന്ന് കഴിക്കുന്നത്? അന്നത്തെ ആൾക്കാരുടെ ഹോർമോണാണോ ഇന്ന് കഴിക്കുക ശരീരത്തിൽ? ഞാൻ നിസ്സാരമായിട്ട് ചോദിക്കുന്നത്, ഒരു കുഞ്ഞുങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു കാര്യം നിങ്ങളിത് പറയുകയാണ്. ഇന്നലെ 2 കേസുകൾ കേരളത്തിൽ കുട്ടികൾക്ക്, ഒരു 9 വയസ്സുള്ളൊരു മോൾക്കും 2.5 വയസ്സുള്ളൊരു മോൾക്കും കടികിട്ടി. ഒരു പഠനവും ഇല്ലാതെ ബ്ലഡ് ക്ലോട്ടായില്ല എന്ന് പറയും. പാമ്പ് കടിയല്ല, അങ്ങനെയുള്ള പാമ്പിൻ്റെ അടിയല്ല, എനിക്ക് ഫോട്ടോയും വീഡിയോ എല്ലാം അയച്ചു. ബ്ലഡ് ക്ലോട്ടാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആൻറ്റിവനം കൊടുത്തിരിക്കുന്നു. കുട്ടികൾക്ക് ബ്ലഡ് ക്ലോട്ടാതിരിക്കാൻ പല ഹോർമോൺ വേരിയേഷനുണ്ട്. കുട്ടികൾക്ക് കൊച്ചു മക്കൾക്ക് അവരുടെ ഫുഡിൻ്റെ ഇതിനനുസരിച്ച് ഹോർമോൺ വേരിയേഷനാണ്. അപ്പോൾ മെച്ചുവറാകാൻ പോകുന്നൊരു മോക്ക് ഹോർമോൺ വേരിയേഷൻ വരില്ലേ? അപ്പോൾ ബ്ലഡ് ക്ലോട്ടാവാതിരിക്കത്തില്ലേ? അങ്ങനെയൊന്നും ഒരു പഠനം ഇല്ലാതെ ആ 2 മക്കൾക്ക് ഇന്നലെ ആൻറ്റിവനം കൊടുത്തിരിക്കുന്നു. ഒന്ന് ആലോചിച്ചു. ആൻറ്റിവനം കൊടുത്താൽ എന്ത് റിസ്ക് ആണെന്ന് അറിയാമോ? കുട്ടിക്ക് അറസ്റ്റ് ഉണ്ടാവാൻ സാധ്യത കൂടുതലല്ലേ, ഹാർട്ട് അറസ്റ്റ് ഉണ്ടാകത്തില്ലേ, മറ്റ് അലർജി ഉണ്ടാകത്തില്ലേ, ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ. ഇതൊക്കെ ചോദ്യം ചെയ്യുന്നത് കൊണ്ടാണ് ഒരു സന്തോഷം ഉണ്ടെന്നറിയാമോ? ഈ കഴിഞ്ഞ 3-4 ദിവസങ്ങളിൽ നിങ്ങളെപ്പോലൊരു സഹോദരി വന്ന് എൻ്റെ ഒരു വീഡിയോ എടുത്തുകൊണ്ട് പോയി, മീര. ആ വീഡിയോ പോയതിൻ്റെ അടിയിൽ ഒരു കമൻസ് കിടപ്പുണ്ട്. എന്താണെന്നറിയാമോ? ആഗസ്റ്റ് 13, 2026 വാവാ സുരേഷിന് RIP. ഓഗസ്റ്റിൽ വരാൻ പോകുന്ന ഓണത്തിൽ എനിക്ക് RIP നടന്നിരിക്കുന്നത്. എന്താണ് അതിൻ്റെ പിന്നിൽ, എന്താണ് ഞാൻ നിസ്സാരമായിട്ട് കാണുന്നത്? ഞാൻ പരാതിയൊന്നും കൊടുക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ, പരാതി കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്തായാലും ഒരു നാൾ മരണപ്പെടണം. പാമ്പേടി ഇട്ടിട്ടായാലും വാഹനം പിടിച്ചിട്ടായാലും അല്ലെങ്കിൽ ആരെങ്കിലും കൊന്നിട്ടായാലും ഒരു ദിവസം നമുക്ക് പോയേ പറ്റും. അതുകൊണ്ട് അങ്ങനെയൊന്നും ഭയപ്പെട്ടില്ല. പക്ഷേ അത്ര ഒരു വലിയ മീഡിയയുടെ അടിയിൽ ഒന്നിപ്പോൾ നിങ്ങളുടെ മീഡിയയുടെ അടിയിൽ നിന്നൊരു വാർത്ത ഇങ്ങനെ കൊടുക്കാൻ ധൈര്യമുള്ളവ എന്തായിരിക്കും അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരുക്കം ഇല്ലാതെ, അതിൻ്റെ പിന്നിൽ പുറകിൽ എന്തെങ്കിലും ഒരുക്കം ഇല്ലാതെ ഇത് ചെയ്യാൻ അവർക്ക് ധൈര്യം ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട് പൊക്കോണ്ടിരിക്കുന്നത്. ഇതിനൊന്നും കണ്ട് ഭയപ്പെടുന്ന ഒരാളല്ല ഞാൻ. നമ്മുടെ നാട്, കേരളം പ്രത്യേകിച്ചും, ഈ പാമ്പിനെ ദൈവമായിട്ട് ആരാധിക്കുന്ന ഒരു നാടാണ് അല്ലേ? ശരിക്കും പാമ്പിന് കൊടുക്കുന്ന ഒരു പരിഗണന
പാമ്പ് പിടുത്തക്കാരൻ എന്ന നിലയിൽ വാവ സുരേഷ് ചേട്ടന് പിന്നെ ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക്, ഭയങ്കരമായിട്ട്. പാമ്പ് ദൈവമാണെങ്കിൽ അതിനെ പരിരക്ഷിക്കുന്ന എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായി. ഞാൻ പറഞ്ഞല്ലോ 2006 ആണ് ആദ്യമായിട്ട് ട്രെയിനിങ് തുടങ്ങിയത്, ക്ലാസ് തുടങ്ങിയതൊക്കെ. അങ്ങനെ 2014 കോഴിക്കോട് ജില്ലയിൽ പാമ്പടിയിട്ട് മരണം സംഭവിക്കുന്നു എന്നൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് വാർത്ത. അപ്പോൾ അവിടുത്തെ സൂപ്രണ്ട് അന്ന് എൻ്റെ സുഹൃത്തായിരുന്നു, ട്രിവാൻഡ്രത്തിൻ്റെ ആൾ. അപ്പോൾ എന്നെ വിളിച്ചിരുന്നു, സുരേഷ് ഇങ്ങനെ നമ്മുടെ ഡോക്ടർമാർക്ക് നഴ്സുമാർക്കൊക്കെ ഒരു ക്ലാസ് കൊടുക്കണമെന്ന് പറയും. അങ്ങനെ 2014 കേട്ടോ ഞാൻ ക്ലാസ് കൊടുത്തു. അപ്പോൾ അവിടെ കറണ്ട് പോയപ്പോൾ പാമ്പിനെ ഇങ്ങനെ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ പാമ്പിനെ എൻ്റെ കയ്യിൽ നിന്ന് ആരും അടുത്തൊന്നും എല്ലാവരും ദൂരെ വന്നു. പക്ഷേ അതിൻ്റെ അടുത്തിൽ ഏതോ ഒരാൾ സോഷ്യൽ മീഡിയക്കാരാണ് വാവാ സുരേഷ് കറണ്ട് പോയപ്പോൾ പാമ്പിനെ മൈക്കായി ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തു. ഈ 2014 നടന്ന സംഭവത്തിന് ഇപ്പോൾ എൻ്റെ പേരിൽ കേസ് ചാർജാക്കി. ഇപ്പോൾ കേസ് ചാർജാക്കിയിട്ട് 3 പ്രാവശ്യം സമൻസ് വന്നു, പോകാൻ പറ്റിയില്ല. കോഴിക്കോടാണ് പോകേണ്ടത്. അത് കഴിഞ്ഞ് 4ാമത് എൻ്റെ അച്ഛനിപ്പോൾ മരിച്ചിട്ട് 1 വർഷമുള്ള തൊണ്ടയിൽ ക്യാൻസർ ആയിരുന്നു. അപ്പോൾ ഞാനൊരു വല്ലാത്തൊരു അവസരമാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അനിയത്തി കിഡ്നി ഫെയിലിയറായിട്ട് ട്രീറ്റ്മെൻറ്റിലാണ്, വീട് ജപ്തിയായിരിക്കും, ഇങ്ങനെ കുറേ പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഈ സമൻസ് എന്ന് പറഞ്ഞാൽ ഇവർ വെച്ച് സമൻസ് പറയുമ്പോൾ നമ്മളിങ്ങനെ ഞെട്ടിപ്പോകുന്നത്. ഞാനൊരു കൊലയാളിയോ പിടിച്ച് കാരണം ഒന്നുമല്ല, ഒരു പ്രതിയോ അല്ലെങ്കിൽ ഒരു ആഗോള കിട്ടാത്ത പ്രതിയൊന്നുമല്ല. ഈ സമൻസ് കൊണ്ട് എൻ്റെ വീട്ടിൽ റോഡ് സൈഡിലെ ഗേറ്റിൽ കൊണ്ട് ഒട്ടിച്ചിട്ട് പോയെന്നുള്ള. എന്നെ എപ്പോഴും വിളിച്ചാൽ കിട്ടുന്ന നമ്പറാണ്. എന്നെ എപ്പോൾ ആര് വിളിച്ചാലും കിട്ടുന്ന നമ്പറിൽ എൻ്റെ കൊണ്ട് തരാതെ എൻ്റെ വീട്ടിൽ എൻ്റെ അനിയത്തി എൻ്റെ അമ്മയ്ക്കും വയസ്സിൻ്റെ എൻ്റെ ഓർമ്മ പ്രശ്നക്കാരാണ്. ആ ഗേറ്റിൽ കൊണ്ട് വെച്ചിട്ട് അപ്പോൾ അനിയത്തി എന്നെ വിളിച്ച് ഭയങ്കര കരച്ചിലും വിളിച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി ഇതൊന്നും വേണ്ട, നിർത്ത്. അനിയത്തി ചോദിച്ചിങ്ങനെ പട്ടിയൊക്കെ പറഞ്ഞ ജോലിയിൽ ഈ പട്ടിയൊക്കെ വേണ്ടി ഇങ്ങനെ ചോദിച്ചു, കൊണ്ട് ഒട്ടിച്ചവരെയാണ് പറഞ്ഞേട്ടാ, ഈ പട്ടികൾക്ക് വേണ്ടി ഇത്രയും നല്ല നരച്ചിട്ട് നീ എന്ത് നേടി എന്നാണ് ചോദിച്ചത്. ഇങ്ങനെയാണ് ഇതേ മറുപടിയായിരുന്നു. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഞാൻ എൻ്റെ വീട്ടിൽ നോക്കാതെ എൻ്റെ അച്ഛൻ സുഖമില്ലായിരുന്നപ്പോൾ എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല, എൻ്റെ അനിയത്തി പേഷ്യൻ്റ് ആയിരുന്നിട്ടുള്ള എനിക്ക് നോക്കാൻ പറ്റില്ല. എന്നിട്ട് ഞാൻ ഈ ജനസേവനം എന്ന് പറഞ്ഞ് ഈ വനം വകുപ്പിനെ സഹകരിച്ച് നടന്ന എനിക്കിന്ന വനം വകുപ്പിൻ്റെ പണി ഇങ്ങനെ വന്നപ്പോൾ ഞാനിപ്പോൾ ജാമ്യം എടുത്തു. ഞാൻ അവിടുത്തെ 2 ജാമ്യക്കാരെ കൊണ്ടെത്തി, അവരെ കണ്ടെടുത്ത് ഞാൻ ഇപ്പോൾ പോയി ജാമ്യം എടുത്ത് വന്നതേ ഉള്ളൂ. ഇന്നലെ ഹാജരാവേണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പോയില്ല. അടുത്ത ജാമ്യം എടുത്ത് വന്നേ ഉള്ളൂ, അപ്പോൾ അടുത്ത അപേക്ഷിക്കാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളെ നാട്ടിൽ നടക്കുന്നു. ഇനി വേറൊന്നറിയാമോ നിങ്ങൾക്ക്? കഴിഞ്ഞ ആഴ്ചയിൽ പാമ്പ് വേലായുധൻ എന്നൊരാളിൻ്റെ കഴിഞ്ഞ മാസം പണ്ട് കോഴിക്കോടുള്ളതാണ്, മരിച്ചു. അദ്ദേഹത്തിൻ്റെ 26ാമത് വാർഷികമാണ്. അപ്പോൾ തൃശ്ശൂരുള്ള രജീഷ് എന്നൊരു ചെറുപ്പക്കാരൻ ഇതിൻ്റെ ആദരവ് വാങ്ങാനായിട്ട് വന്നു. നമ്മുടെ കൊല്ലം ജില്ലയിൽ കല്ലുവാതിൽക്കടുത്ത് സമുദ്രതീരം എന്ന് പറഞ്ഞ അനാഥ മന്ദിരത്തിൻ്റെ പരിപാടി. പുള്ളിക്കാരന് അവാർഡ് കൊടുത്തപ്പോൾ പുള്ളിക്കാരൻ ഞാനും നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് പുള്ളി സ്റ്റാറ്റസ് ഇട്ടു, അല്ല സ്റ്റാറ്റസോ ഫേസ്ബുക്കിലോ ഇട്ടു. അന്ന് വനം വകുപ്പിന് ഞങ്ങളെതിരല്ല, ഒരു വ്യക്തിക്ക് മാത്രമാണത്. ആ വ്യക്തിയുടെ പേര് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബൂസ്റ്റപ്പ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, പറയാൻ മടിയുണ്ടായിട്ടല്ല, ഒരു പൊടി പോലും ആഗ്രഹമില്ല. അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ പൂച്ചയുടെയോ മറ്റു കാര്യം പറയാൻ എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട്. ആ വ്യക്തിയെ ഒരു കുഴപ്പമില്ലാത്ത ഒരു കേസില്ലാത്ത നല്ല മര്യാദയ്ക്ക് പോണ ആളിനെ വാവാ സുരേഷിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് പേര് റിജക്റ്റ് ചെയ്തു. ഇനി നിങ്ങൾക്കൊരു കേസ് അറിയാമോ? ഒരു ആപ്പുണ്ട് കേരളത്തിൽ, അത് തട്ടിപ്പാണ് എന്നാണ് നിങ്ങൾ വിശ്വസിക്കുക. അത് തട്ടിപ്പാണ്. ഒരാളിൻ്റെ പേരിൽ, ഒരു വ്യക്തിയുടെ പേരിലാണ് ആപ്പുള്ളത്, ഒരു വ്യക്തിയുടെ പേരിൽ. ആ വ്യക്തിയുടെ പേരുള്ള ആ ആപ്പിൻ്റെ പേര് ലെപ്പേഡ് എന്നാണ്. അതിൻ്റെ പേര് എന്താ പറയുക, ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ്. ഈ പിടിക്കുന്ന വീഡിയോയുടെയും ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ആർക്കാണ് പോകുന്നത്? നമ്മളിപ്പോൾ ഇൻഷുറൻസ് അടയ്ക്കുന്നു, ഒരു വ്യക്തിയുടെ, മുഖ്യമന്ത്രിയുടെ പേരിലാണ് അടയ്ക്കുന്നത്. ടാക്സ് അടയ്ക്കുന്നു, ഒരു വ്യക്തിയുടെ പേരിലാണ് അടയ്ക്കുന്നത്. ഇത് ഒരു വ്യക്തിയുടെ പേരിൽ നടക്കുന്നത്. ഇതിനെതിരാണ് ഞാൻ. ഇത് ദുർവിനിയോഗം ചെയ്യപ്പെടും. ഇത് പോകുന്നത് ബാംഗ്ലൂർ ബേസ് ചെയ്ത ഒരു പ്രൈവറ്റ് കമ്പനിയിലേക്കാണ് ഇത് പോകുന്നത്. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ സർക്കാരിന്, നമ്മുടെ വനം വകുപ്പിന്, നമുക്ക് ഒരു KFRRT, കേരള ഫോറസ്റ്റ് റാപ്പിഡ് റെസ്പോൺസ് ടീം എന്നൊരു സംഘടന ഉണ്ടായിക്കൂടെ? എന്തുകൊണ്ട് അവർക്ക് അതിലൊരു ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും? ഇതൊരു അഴിമതിയാണ്. ഇത് പറയാനുള്ള ചങ്കൂറ്റം എനിക്കുണ്ട്. ഇതൊരു അഴിമതിയാണ്. ഒരു സഞ്ചിയും കിറ്റും വാങ്ങുന്ന 3500 നമ്മൾ കഷ്ടപ്പെട്ട് ടാക്സ് അടയ്ക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കരമടയ്ക്കുന്ന പൈസ എടുത്ത് ശമ്പളം വാങ്ങിച്ച് തിന്നുന്നവന്മാർ കൈക്കൂലി വാങ്ങിയിട്ട് ഇതൊരു 3500 കിറ്റ് വാങ്ങിച്ച് പാമ്പിനെ പിടിക്കാൻ പോണവർക്ക് ചുമ്മാ 3500 കിറ്റ്, ഒരു വ്യക്തിയുടെ പേരിലുള്ള കിറ്റാണ്. സർക്കാരുമായിട്ട് ഒരു ബന്ധമില്ല. ഒരു വ്യക്തിയുടെ പേരിൽ ഒരു കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് പോയി പർച്ചേസ് ചെയ്യുന്നു, പർച്ചേസ് ചെയ്യുന്ന എല്ലാം തട്ടിപ്പ് തന്നെയാണ്, ഇല്ലെന്നും പറഞ്ഞാൽ ഇതൊരു അഴിമതിയാണ്. ഇതുപോലെ ആപ്പിൻ്റെ ഓണറിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്കോ എനിക്കോ പറയാൻ പറ്റും. എന്തുകൊണ്ട് ഇത് അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ വനം വകുപ്പ് മന്ത്രിയായിരുന്ന ഗഡേഷ് സാറിൻ്റെ സമയത്ത് ഞാൻ പേപ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, വനം വകുപ്പിനകത്ത് ഈ ആപ്പിൽ പ്രവർത്തിക്കുന്നവർ മൊത്തം പുറത്തുള്ളവരാണ്. അതങ്ങനെ ചെയ്യാൻ പറ്റും? സർക്കാരിൻ്റെ ഒരു എംബ്ലം വെച്ച് സർക്കാരിൻ്റെ ഒരു ആപ്പാണെങ്കിൽ വെളിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഇതിലെങ്ങനെ ക്രമീകരിക്കാൻ പറ്റുക? ഇതെല്ലാം തട്ടിപ്പാണ്. ഇതിനെതിരെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്.